അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ 3 ജൂത കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 കുടുംബവും 3 സ്ഥലങ്ങളിലായിട്ടാണ് താമസിച്ചിരുന്നത്. അവരുടെ കൂട്ടത്തിൽ മദീനയുടെ ഉള്ളിൽ താമസിച്ചിരുന്ന കുടുംബം ബനു ഖൈനുഖാ എന്ന കുടുംബമാണ്. കൂട്ടത്തിൽ ശക്തരായിരുന്നു അവർ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവർ കൈത്തൊഴിലുകളുടെ ആൾക്കാരായിരുന്നു. അതോടൊപ്പം ലോഹപ്പണിക്കാരുമായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ശക്തിയുടെ കേന്ദ്രമായിരുന്നു ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ ആയുധം ഉണ്ടാക്കുന്നവർക്കും ആയുധം കയ്യിലുള്ളവർക്കും വലിയ ഡിമാൻഡായിരുന്നു, വലിയ സ്ഥാനമാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. മദീനയിൽ അവരുടേതായ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. സൂഖു ബനി ഖൈനുഖാ എന്നാണ് പറയാറുള്ളത്. അവരാണ് യഹൂദികളുടെ കൂട്ടത്തിൽ ഏറ്റവും തീവ്രതയുള്ളവർ. അവരുടെ ഭാഗത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുമായിരുന്നത് പരിഹാസങ്ങളായിരുന്നു. മുസ്ലിമീങ്ങളായ ആൾക്കാർ അങ്ങോട്ട് വരുമ്പോൾ പല രൂപത്തിലും അവരെ മാനസികമായി കുത്തി നോവിക്കുന്നത് ഖൈനുഖായിലെ ജൂതന്മാരുടെ ഒരു സ്ഥിരം പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ, പ്രത്യേകിച്ചും ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം, അവരുടെ സൂക്കിലെത്തി അവരെ എല്ലാവരെയും, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനികളായ ആൾക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, മക്കായിലെ മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾക്കും അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന് അവരുടെ മറുപടി മൗനമായിരുന്നില്ല, അനുനയത്തിലുള്ള വർത്തമാനമായിരുന്നില്ല. മറിച്ച് അവർ പറഞ്ഞു, മുഹമ്മദേ, നീ മക്കായിലെ ഖുറൈശികളോട് വിജയിച്ചു എന്നതിൻ്റെ പേരിൽ നെഗളിപ്പ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ യുദ്ധമറിയാത്തവരാണ്. അതുകൊണ്ട് നീ ഞങ്ങളോടെങ്ങാനും ഏറ്റുമുട്ടുന്ന സാഹചര്യം വന്നാൽ അപ്പോഴായിരിക്കും ശരിക്കും ഒരു ഏറ്റുമുട്ടലിൻ്റെ ഫലം എന്താണ് എന്ന് താങ്കൾ അറിയുക എന്നാണ് അവർ പ്രതികരിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിമീങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ആ മറുപടി ഞെട്ടിച്ചു. കാരണം ആ മറുപടിയുടെ അർത്ഥം അവർ എന്തിനെല്ലാമോ ഒരുങ്ങി നിൽപ്പാണ് എന്നതാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ എടുത്തു ചാടാൻ പോയില്ല. ക്ഷമയുടെ പര്യായമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം അവിടെ നിന്ന് പിൻവാങ്ങി. അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ടായി. ബനു ഖൈനുഖായിൻ്റെ ഈ മാർക്കറ്റിലുള്ള ഒരു ലോഹപ്പണിക്കാരൻ്റെ അടുത്തേക്ക് ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു. ആഭരണം ശരിയാക്കാനോ റിപ്പയർ ചെയ്യാനോ ഉണ്ടാക്കാനോ ഒക്കെ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ പരിപൂർണമായി ഹിജാബിലായിരുന്നു. ഹിജാബ് അന്ന് നിർബന്ധമായിരുന്നുവോ എന്നറിയില്ല. ഏതായിരുന്നാലും ഹിജാബ് എന്നത് ഒരു മുഅ്മിനത്തായ സ്ത്രീയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് പല സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അച്ചടക്കമുള്ള സ്ത്രീയായിരുന്നു ആ വന്നത്. അവരുടെ ആഗമന ഉദ്ദേശം പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ലോഹപ്പണിക്കാരനായ യഹൂദിയെ സമീപിച്ചു. യഹൂദി പലതും പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ പറഞ്ഞു, നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ, നിൻ്റെ മൂടുപടം എടുത്തു മാറ്റൂ എന്നൊക്കെ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ ഭാഗത്തിൽ നിന്ന് അത്തരത്തിലൊരു മറുപടി വന്നപ്പോൾ യഹൂദിക്കും മാനസികമായി വാശിയുണ്ടായി. അവൻ ആ സ്ത്രീ അറിയാതെ ആ സ്ത്രീയുടെ ശരീരത്തെ, ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എവിടെയോ
പിടിച്ചു കെട്ടിവെച്ചു. സ്ത്രീ തൻ്റെ കാര്യം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അറിയാതെ അവൾ വിവസ്ത്രയാകാൻ വേണ്ടി ചെയ്ത ഒരു പണിയായിരുന്നു അത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. തൻ്റെ ആവശ്യം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിയാതെ ആ സ്ത്രീയുടെ വസ്ത്രം ഉയർന്നുപോയി. മുഖം മാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റൊരാൾ കാണാൻ പാടില്ലാത്ത, ഒട്ടും പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണപ്പെടുകയും പ്രദർശിക്കപ്പെടുകയും ചെയ്തു. അത് കണ്ടതോടെ യഹൂദിയും അയാളോടൊപ്പം ഉണ്ടായിരുന്ന യഹൂദികളായ പണിക്കാരുമൊക്കെ ചിരിക്കുകയും പലതും പറയുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ഒരു മുസ്ലിം വന്നു. അദ്ദേഹത്തിനത് പറ്റിയില്ല. അദ്ദേഹം ഉടനെ തന്നെ ആ യഹൂദിയുടെ നേരെ ചാടി വീഴുകയും അവനെ വകവരുത്തുകയും ചെയ്തു. അതോടുകൂടെ യഹൂദികൾ ഓടിക്കൂടി, ഒപ്പം മുസ്ലിമീങ്ങളും ഓടിക്കൂടി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.